എക്സ്പ്ലോർ ആൻഡ് എൻജോയ് വിത്ത് പ്രമോദ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ അതിപ്രശസ്തമായ ഒരു അമ്പലമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ആ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു ഇന്നെൻ്റെ യാത്ര. രാവിലെ തന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടുന്ന് ഒരു KSRTC ബസ്സിൽ ഇരിട്ടി വഴിയാണ് ഞാൻ കൊട്ടിയൂരിലേക്ക് പോയത്. അതേസമയം കാസർഗോഡ് ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് തളിപ്പറമ്പ് വഴിയും കണ്ണൂർ വഴിയും, അതുപോലെ കോഴിക്കോട് ഭാഗത്ത് വരുന്ന ആളുകൾക്ക് സ്വന്തം വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വടകര കഴിഞ്ഞ് മാഹി എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴി കൂത്തുപറമ്പ് വഴി അല്ലെങ്കിൽ തലശ്ശേരി വന്നിട്ട് ബസ്സിൽ കയറി കൊട്ടിയൂരിലേക്ക് എത്താൻ പറ്റും. കണ്ണൂരിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ കൊട്ടിയൂരെത്തിയത്. ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് വയനാട് ജില്ലയുടെ അതിർത്തിയിലാണ്. വയനാട്ടിലെ മലനിരകളിൽ നിന്നൊഴുകുന്ന വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തുമായിട്ടാണ് ഈ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ അതൊരു ജനവാസ കേന്ദ്രമാണ്. അവിടെയുള്ള ക്ഷേത്രത്തിൽ നിത്യപൂജയൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ നിത്യപൂജയൊക്കെ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത് അത് ബാവലിപ്പുഴയുടെ അക്കരെയുള്ള പ്രദേശമാണ്. അവിടെ വനപ്രദേശമാണ്. എല്ലാ വർഷവും മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള വൈശാഖോത്സവ സമയത്ത് മാത്രമാണ് അവിടെ പൂജ നടക്കുന്നത്. അതുപോലെ ഭക്തജനങ്ങളും ആ സമയത്ത് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. ബാക്കി സമയത്തൊക്കെ അത് വെറും ഒരു കാട് മാത്രമായിട്ട് അവശേഷിക്കുന്ന പ്രദേശമാണ്. അക്കരെ കൊട്ടിയൂരിനെ പറ്റി പറയുന്നത് കാട്ടിലെ ഒരു കുറിച്യ യുവാവ് തൻ്റെ അമ്പ് മൂർച്ച കൂട്ടാനായിട്ട് അവിടെ അക്കരെ കൊട്ടിയൂരുള്ള ഒരു കല്ലിൽ ഉരസുകയും ആ ഉരസുന്ന സമയത്ത് ആ കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. അങ്ങനെ ഇതിൻ്റെ അവകാശികളായ പടിഞ്ഞിറ്റ നമ്പൂതിരി അവിടെ വന്ന് കലശാട്ട് നടത്തുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം. അങ്ങനെ കണ്ടെത്തിയ ഒരു സ്വയംഭൂ വിഗ്രഹമാണ് അക്കരെ കൊട്ടിയൂരിലുള്ളത്. അതുപോലെ തന്നെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ദക്ഷയാഗം നടന്നത് കൊട്ടിയൂരാണെന്ന് പറയപ്പെടുന്നു. പ്രജാപതി ദക്ഷൻ്റെ മകളായ സതി പിതാവിൻ്റെ സമ്മതമില്ലാതെ ശിവഭഗവാനെ കല്യാണം കഴിക്കുകയും അതിൽ അരിശം പൂണ്ട ദക്ഷൻ ശിവനെ ഒഴിച്ച് മറ്റു ലോകത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ദക്ഷയാഗം നടത്തുകയും എന്നാൽ ശിവൻ വിലക്കിയിട്ടും യാഗത്തിന് ക്ഷണിക്കാതെ തന്നെ യാഗസ്ഥലത്തേക്ക് സതി പോകുകയും അവിടെ വെച്ച് ദക്ഷൻ പരമശിവനെ അപമാനിച്ചതിൽ മനംനൊന്ത് യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം. ഈ വിവരമറിഞ്ഞ പരമശിവൻ തൻ്റെ ജടയെടുത്ത് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിക്കുകയും വീരഭദ്രൻ യാഗസ്ഥലത്ത് വന്ന് ദക്ഷൻ്റെ തലയറുത്തെറിയുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം. ദക്ഷൻ്റെ തലയറുത്തെടുത്ത ശേഷം വീരഭദ്രൻ വാൾ ചുഴറ്റിയെറിഞ്ഞെന്നും അത് ചെന്നു വീണ സ്ഥലമാണ് വയനാടിലെ മുതിരേരി എന്നുമാണ് വിശ്വാസം. ഉത്സവം തുടങ്ങുന്ന ഇടവത്തിലെ ചോതിനാളിൽ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും. ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. അന്ന് അക്കരെ ക്ഷേത്രത്തിൽ 5 കർമ്മികൾ ചേർന്ന് ചോതി വിളക്ക് തെളിയിക്കും. അതുപോലെ 3-ാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ണാരം എഴുന്നള്ളിപ്പാണ്. ഈ ഭണ്ണാരം എഴുന്നള്ളിക്കുന്നത് മണത്തണ ഗ്രാമത്തിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്നാണ്. മകം നാൾ വരെ മാത്രമേ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകളൊക്കെ പോകുമ്പോൾ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് പ്രവേശനം എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് മാത്രമേ പോകാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ പ്രവേശനം നിഷേധിച്ച ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ കൂടിയുള്ള പുരുഷന്മാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നെ ഇളനീരാട്ടമാണ്. മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിന് മേൽ അഭിഷേകം ചെയ്യും. ഇതിനെയാണ് ഇളനീരാട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ ആനകളുടെ എഴുന്നള്ളത്തും ഉണ്ടാവാറുണ്ട്. 2 ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയും എഴുന്നള്ളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ജാതിക്കാർക്കും അവരുടെ ആചാരപരമായ ചടങ്ങുകൾക്കുള്ള അവകാശങ്ങളുണ്ട്. അത് കുറിച്യരായാലും നമ്പൂതിരിമാരായാലും തീയജാതിക്കാരായാലും നായർ ജാതിക്കാരായാലും എല്ലാവർക്കും ഇവിടെ ഓരോരോ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭയങ്കര പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ ഉത്സവം നടത്താൻ ചുമതലയുള്ള എല്ലാ സമുദായക്കാരും അവിടെ ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ സ്വയംഭൂ ഇരിക്കുന്ന
പൂജാസ്ഥലത്തെ മണിത്തറയെന്നും പാർവതീ ദേവിയെ പൂജിക്കുന്ന ഭാഗത്തെ അമ്മാറക്കല്ല് എന്നും പറയും. ഈ മണിത്തറക്കും അമ്മാറക്കല്ലിനും ചുറ്റുമായി പ്രദക്ഷിണം വയ്ക്കുന്ന ഭാഗത്തെ തിരുവഞ്ചിറ എന്നും പറയപ്പെടുന്നു. ഈ അമ്മാറക്കല്ലിന് മേൽക്കൂരയൊന്നുമില്ല, ഒരു ഓലക്കുട മാത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റാളുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഓടപ്പൂക്കൾ. അത് പച്ചമുള കല്ലുകൊണ്ടിടിച്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. സാധാരണയായി മലബാർ മേഖലയിലെ വിശ്വാസികളുടെ വീടുകളിൽ ഈ ഓടപ്പൂ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇത്രയുമാണ് ഇന്നത്തെ കൊട്ടിയൂർ ക്ഷേത്രത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.